ഏറെ ബഹുമാന്യനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഗോപാൽജി, മാതാ ജ്ഞാനാവനിഷ്ഠ സ്വാമിനി, സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ താന്ത്രിക സ്ഥാനം വഹിക്കുന്ന ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അവറുകൾ, വേദിയെ ധന്യമാക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, ഈ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ഗുരുജനങ്ങളെ, അമ്മമാരെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുമ്പോൾ വാസ്തവത്തിൽ അങ്ങേയറ്റത്തെ ഹൃദയവേദനയോടെയാണ്. ഇന്നത്തെ വിഷയം ഒരുപക്ഷെ സാക്ഷാൽ സർവേശ്വരൻ്റെ നിയോഗം എന്ന നിലയിൽ ഇതിൻ്റെ സംഘാടകരുടെ മനോമുകുരത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയമാകാം. കാരണം ലോകത്ത് ഹൈന്ദവൻ്റെ ആരാധനാ കേന്ദ്രങ്ങളിലെ സവിശേഷതകളാൽ ധന്യമായ ഒരു ക്ഷേത്രം അത് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം മാത്രമാകുന്നു. ആ ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു പഠനം ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഘടകമാണ്. പക്ഷെ എത്രത്തോളം ആളുകൾ അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് അതിനെ സ്വായത്തമാക്കിയിട്ടുണ്ട് എന്നത് പല കാര്യങ്ങളിലും നമ്മുടേതായ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ആമുഖമായി കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം നിങ്ങളുടെ മുമ്പാകെ പറയാം. കോട്ടയത്ത് നിന്ന് ശബരിമലയിലേക്ക് ഇരുമുടിയേന്തി വ്രതാനുഷ്ഠാനത്തോടുകൂടി പോയ ഒരു അയ്യപ്പൻ, അദ്ദേഹം കോട്ടയത്തെ ഏറ്റവും സീനിയറായ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. കോട്ടയം ബ്രാഞ്ചിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളാണ്. നിറകണ്ണുകളോടെയാണ് അദ്ദേഹം തിരിച്ചു വരുന്ന വഴി എന്നെ നേരിൽ കണ്ട് അദ്ദേഹം വളരെ സങ്കടത്തോടെ ഹൃദയം പൊട്ടിക്കരയുകയായിരുന്നു. കാരണം രാജേഷ് എന്ന കർണാടകത്തിൽ നിന്ന് വന്ന ഒരു അയ്യപ്പ ഭക്തൻ ഒരു മണികണ്ഠന്, തൻ്റെ മകൻ മണികണ്ഠസ്വാമിയാണ്, ആ മണികണ്ഠനെയും കൈക്ക് പിടിച്ചുകൊണ്ട് ഭഗവാന്റെ പൊന്നു 18-ാം പടി ചവിട്ടി കയറുമ്പോൾ പുറയിൽ നിന്നിരുന്ന ഇവർ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളിനോട് പറഞ്ഞു, നമുക്ക് ഒറ്റ മധ്യഭാഗത്തൂടെ കടന്നാൽ മതി. കാരണം എന്താണെന്നറിയാമോ? മുഷ്ടി ചുരുട്ടി ഓരോ അയ്യപ്പൻ്റെയും മുതുകത്തും അവൻ്റെ പുറത്തും ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് അടിച്ച് തകർക്കുകയാണ്. നിങ്ങളൊരു പക്ഷേ വാർത്താ മാധ്യമങ്ങളിലൂടെ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നിരിക്കണം. എത്ര പേര് പ്രതികരിച്ചു എന്നെനിക്കറിയില്ല. ഇടിച്ച് തകർക്കുകയാണ്. ആ കൊച്ചു മണികണ്ഠനെ പോലും വെറുതെ വിട്ടില്ല. അപ്പോൾ ഈ ഒത്ത മധ്യഭാഗത്തൂടി കടന്നു പോയാൽ ഈ പോലീസുകാരൻ്റെ കൈകൾ എത്തുകയില്ല എന്ന് സസൂക്ഷ്മം വീക്ഷിച്ച് അവർ കയറിപ്പോവുകയാണ്. അദ്ദേഹം രണ്ടാമതായി പറഞ്ഞു എന്താണെന്നറിയോ? എൻ്റെ പൊന്നു സാറേ, ഇനി മേലിൽ ഞാൻ ശബരിമലയിലേക്കില്ല. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും കേരള സർക്കാരിൻ്റെയും കേരള പോലീസിൻ്റെയും ഒരു സംയുക്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണിത്. ഇവിടെ നമ്മൾ പറഞ്ഞു, ഇന്നത്തെ വിഷയം ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത് വായിക്കുമ്പോൾ സനാതനധർമ്മം എൻ്റെ ആചാരമാകുന്നു. നാം ആലോചിച്ച് നോക്കണം. ശബരിമലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി
ഏത് കാലം മുതൽ ആരംഭിച്ചതാണിത്? തീ വെച്ച് നശിപ്പിക്കാൻ തോന്നി, തീയിട്ടു, ഭഗവാന്റെ ശ്രീകോവിൽ വെട്ടിപ്പൊളിച്ചു, വിഗ്രഹം തല്ലിത്തകർത്തു. എന്ത് നടപടിയുണ്ടായി? യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. യാതൊരു നടപടി. നാം ആലോചിച്ച് നോക്കണം. കാനന ക്ഷേത്രമാണ്. ആ ശബരിമലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന കലിയുഗവരദനായ ഭഗവാൻ പൊന്നയ്യപ്പന്റെ നിറസാന്നിധ്യം ആർക്കാണ് കുഴപ്പമുണ്ടാക്കുന്നത്? ശബരിമല ക്ഷേത്രം തീയിട്ട് നശിപ്പിക്കുവാൻ അവരെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ്? എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് എന്ത് മറുപടിയാണ് പറയുവാനുള്ളത്? ശബരിമല ക്ഷേത്രം തീയിട്ടതിൻ്റെ റിപ്പോർട്ടുകൾ സർക്കാരിൻ്റെ മേശപ്പുറത്ത് വയ്ക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ സാക്ഷാൽ സഖാവ് E.M. ശങ്കരൻ നമ്പൂതിരിപ്പാട് മന്നത്ത് പത്മനാഭന് കൊടുത്ത വാക്ക്, യുഗപ്രഭാവനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ സാക്ഷാൽ E.M. ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത് ഈ വിഷയം ചോദിക്കുന്നതിന് വേണ്ടി ചെന്ന സമയത്ത് ഒന്നിരിക്കാൻ പോലും പറഞ്ഞിരുന്നില്ല. പക്ഷെ അദ്ദേഹം ആരുടെയും മുമ്പിൽ പതറാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നത് കൊണ്ട് അദ്ദേഹം കസേര വലിച്ചിട്ടിരുന്നു. അപ്പോൾ സാക്ഷാൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ മറുപടി, തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ പലതും ഞങ്ങൾ പറയും, അതൊക്കെ ചെയ്യണമെന്ന നിർബന്ധമൊന്നുമില്ല എന്ന മറുപടി. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട വിഷയം 1983 മാർച്ച് മാസം 23-ാം തീയതി നിലയ്ക്കൽ മഹാദേവനെയും പള്ളിയറക്കാവ് ദേവിയെയും നാഗരാജാവിൻ്റെയും നാഗേക്ഷുടെയും വിഗ്രഹങ്ങൾ തല്ലിത്തകർത്ത് മുണ്ടക്കയത്ത് മണ്ണിപ്പറമ്പിൽ MD ജോസഫിന്റെ ചാണകക്കുഴിയിൽ സൂക്ഷിച്ച കുരിശ് എന്തിനു വേണ്ടിയായിരുന്നു നിലയ്ക്കലിൽ സ്ഥാപിച്ചത്? ആ സമയത്ത് ആലോചിച്ചു നോക്കണം. സ്വർഗീയ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെയും അദ്ദേഹത്തോടൊപ്പം ഹൈന്ദവ സംഘടനാ നേതാവായി വർത്തിച്ചിരുന്ന ശ്രീ കുമ്മനം രാജശേഖരൻ ചേട്ടനുമേയും അവരൊരുമിച്ച് ചേർന്ന് കൊടുത്ത നേതൃത്വം കൊണ്ട് മാത്രം യാതൊരു പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും സർക്കാരിൻ്റെയും എന്തിന് കോടതി പോലും ഹിന്ദുവിന് വേണ്ടി സഹായിക്കാനുണ്ടായിരുന്നില്ല. 18 മലകൾക്ക് വെളിയിലേക്ക് ആങ്ങമൂഴി പള്ളി സ്ഥാപിച്ചു എങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു ശബരിമലയിലെ മേൽശാന്തിയെ ആങ്ങമൂഴി പള്ളിയിൽ കൊണ്ടുപോയി കുമ്പസരിപ്പിക്കുന്നതായ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തി, കുർബാന സ്വീകരിക്കുന്ന രംഗങ്ങൾ വീഡിയോയിൽ പകർത്തി ആന്ധ്രാപ്രദേശിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ചേരിപ്രദേശങ്ങളിൽ തിങ്ങി വസിക്കുന്ന നിരക്ഷരകുക്ഷികളായ സ്വാമി അയ്യപ്പന്മാരുടെ ഇടയിൽ കൊണ്ടുപോയി പ്രചരിപ്പിക്കുന്നു? എന്ത് തെറ്റ് ചെയ്തു സാക്ഷാൽ സർവേശ്വരനായ കലിയുഗവരദനായ ഭഗവാൻ പൊന്നയ്യപ്പൻ എന്ത് അപരാധം ആരോട് ചെയ്തു? ഇതിനൊക്കെ നടപടി എടുക്കേണ്ടുന്ന ദേവസ്വം ബോർഡ് എന്ത് നടപടി സ്വീകരിച്ചു? കേരള സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു? ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക മാത്രമല്ല. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കേവലം 30 മിനിറ്റാണ്. അതുകൊണ്ടൊരു ഓട്ടപ്രദക്ഷിണം ഹോമിയോ ഗുളികയുടെ രൂപത്തിൽ പല കാര്യങ്ങളും പറഞ്ഞ് ക്രമപ്പെടുത്താമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. നിങ്ങൾ ചിന്തിക്കുക, എന്താണിതിന് ഒരു മരുന്ന്? എന്താണ്? നാം എന്തിനാണ് ഇവിടെ നമ്മുടെ ആചാരങ്ങൾ ആരാണ് ചിട്ടപ്പെടുത്തിയത്? ശബരിമലയെ സംബന്ധിച്ച് ഈ ആചാരങ്ങളുടെ സൃഷ്ടാവ് ആരാണ് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നിലയ്ക്കലില് ഇത് കഴിഞ്ഞപ്പോഴോ ഓരോ വർഷവും എന്താ സംഭവിക്കുന്നത്? ഒന്നുകിൽ ഇടുക്കി ജില്ലയിലെ ചപ്പാത്തിലെ മുല്ലപ്പെരിയാർ ഡാം ഇപ്പൊ പൊട്ടും, ഉടനെ പൊട്ടും. ഹിൽ ടോപ്പിൽ മണ്ണിടിച്ചിലൊരു വർഷം. ഓരോ പ്രദേശത്തും ശബരിമലയെ എങ്ങനെ തകർക്കാം ഓരോ നിമിഷവും. ആരാണിതിൻ്റെ പിന്നിൽ? ഇവിടുത്തെ ഹൈന്ദവ സമാജം ചിന്തിക്കേണ്ടതുണ്ട്.
ഈ ഇതര മതവിശ്വാസികളുടെ ഒരു ആരാധനാലയത്തിന് നേരെ ഇപ്രകാരമുള്ള യാതൊരു വിധമായ കടന്നുകയറ്റങ്ങളുമില്ല. ഒന്നുകിൽ അരവണയിലെ എലിവാല്, അല്ലെങ്കിൽ അരവണ നിറയ്ക്കുവാനുള്ള ടിന്നുകളില്ല. അതിപ്പോഴും ഉണ്ട്. ഇനി അരവണയില് അതിലെ അസംസ്കൃത പദാർത്ഥങ്ങളെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ചാലോ, ആ അസംസ്കൃത പദാർത്ഥങ്ങൾ അത് ചേരുന്നത് എന്താണ്? അതിലെ ഏലക്കാപ്പൊടിയുടെ അളവ് എത്ര വേണ്ടി വരും നിങ്ങൾക്കറിയാമല്ലോ. അത് സർക്കാരിൻ്റെ ലാബറട്ടറിയിൽ പരിശോധിച്ചപ്പോൾ തന്നെ 14 ഇനം അതിമാരകമായ കീടനാശിനിയുടെ ഉപയോഗം ഭഗവാന് നിവേദിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഭഗവാൻ അതല്ല കഴിക്കുന്നത്. ഭഗവാന് നിവേദിക്കുന്നതിൻ്റെ ഒരു പുഷ്പം പോലും അവിടെയൊക്കെ ഇതിടുന്നില്ല. ഇത് മാസങ്ങൾക്ക് മുമ്പേ അങ്ങനെ ഉണ്ടാക്കി അവിടെ വിഷം ചേർത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. ഒരിക്കൽ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു, ഇതില്ല എങ്കിൽ അവർ കപ്പിനകത്ത് ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. നാം ആലോചിച്ച് നോക്കണം, ശബരിമലയോട് കാട്ടുന്ന അവഗണന. ശബരിമലയില് ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കാം. എന്താണെന്നറിയാം എന്തുകൊണ്ട് ഈ തിരക്ക് അനുഭവപ്പെടുന്നു? ശബരിമലയില് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനപ്രകാരം വനം വകുപ്പ് അനുവദിച്ച സ്ഥലങ്ങൾ അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവെക്കുന്നതിന് വേണ്ടിയാണ്. ശബരിമലയിൽ പോകുന്ന അയ്യപ്പ ഭക്തന്മാര് ഒരു ദിവസം പമ്പയിൽ താമസിക്കുന്നു, അതിനുശേഷം മല ചവിട്ടുന്നു. ശബരിമലയിൽ 1-2 ദിവസം താമസിക്കുന്നു. അതിനു വേണ്ടി വിരിവെക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് ആ വിരിവെക്കാനുള്ള സൗകര്യങ്ങൾ മുഴുവൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കവർന്നെടുത്തുകൊണ്ട് അവിടെ വലിയ രമ്യഹർമ്മ്യങ്ങൾ പണിതു വച്ചിരിക്കുകയാണ്. വലിയ കോൺക്രീറ്റ് സൗധങ്ങൾ, ഡോണേഴ്സ് ഷെൽട്ടറുകൾ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ആ ഡോണർ, അത് പണിഞ്ഞ ആളിന്, അല്ല അതിന് പണം മുടക്കിയ ആളിന് ഒരു വർഷത്തിൽ 4-5 ദിവസം അവിടെ താമസിക്കാം. ബാക്കിയൊക്കെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നീട് മറ്റൊന്ന്, കേരളത്തിലെ എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവിടെ അവരുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവുകൾ, അവരുടെ ഓഫീസുകൾ, ഇതൊക്കെ അങ്ങനെ വന്നിട്ട് എന്തു പറ്റി? അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവെക്കാൻ ഒരിടമില്ല. അവർക്ക് ആഹാരം തയ്യാറാക്കുവാൻ യാതൊരു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ മുതൽ ശബരിമലയിൽ പോകുന്നതാണ്. ആ സാഹചര്യങ്ങളെല്ലാം തന്നെ മാറ്റിയിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇതിന് എന്തൊക്കെ ചെയ്താലും അയ്യപ്പ ഭക്തന്മാരാണ് എന്ന് അഭിമാനിക്കുന്ന നമുക്ക് അയ്യപ്പനോട് ഭക്തിയുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെ സൂചിപ്പിച്ചു, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തോടനുബന്ധിച്ച് പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു. യാതൊരു വിധമായ ഇതും കൊടുക്കാനായിട്ട് അനുവാദമില്ല എന്ന് പറഞ്ഞു, യാതൊരു അപേക്ഷയും കൊടുക്കാനായിട്ട്. വിശ്വ ഹിന്ദു പരിഷത്ത് ഒരപേക്ഷ എന്തായാലും ശരി കയ്യിൽ കരുതിയേക്കാമെന്ന് കരുതി സവിസ്തര എണ്ണി മുഴുവൻ കാര്യങ്ങളും സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, അത് അങ്ങ് സ്വീകരിക്കുമോ? അദ്ദേഹം 2 കൈയും നീട്ടി സ്വീകരിച്ചു. അതിൻ്റെ വിശദ വിവരങ്ങൾ ചോദിച്ചു. കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തോട് പറയുവാനുള്ള അവസരം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സെൻട്രൽ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ അതിൻ്റെ വിവരങ്ങൾ മുഴുവനും കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ ഇപ്പോൾ അയച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ, ഈ വിവരങ്ങൾ കാണിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കേരള ഹൈക്കോടതിയുടെ നടപടി എന്തായിരുന്നു എന്നറിയാമോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിന് വേണ്ടി ദേവസ്വം ബെഞ്ച്, കേരള ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് ഇതിനൊക്കെ തീർപ്പ് കൽപ്പിക്കേണ്ടുന്ന അയ്യപ്പ ഭക്തന്മാരോട് നീതി പുലർത്താൻ അവർക്ക് സമീപിക്കാവുന്ന ഒരു സങ്കേതം, അല്ലെ ആ അവസാനത്തെ ഒരു അഭയകേന്ദ്രമാണ് ഉന്നതമായ നീതിപീഠം. ആ നീതിപീഠം ഹിന്ദുവിന് മേൽ അയ്യപ്പ ഭക്തന്മാരുടെ മുമ്പിൽ കണ്ണടച്ച് കറുത്ത തുണി കൊണ്ട് കെട്ടി മൂടി വച്ചിരിക്കുകയാണ്. പല ഉത്തരവുകളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടേത്
അയ്യപ്പ ഭക്തന്മാർക്ക് നീതി നിഷേധിക്കുന്നതിന് തുല്യമല്ലേ എന്ന് അത് പഠിക്കുമ്പോൾ അപ്രകാരം വിശ്വ ഹിന്ദു പരിഷത്ത് കൊടുത്ത ഒരു കേസ് നിഷ്കരുണം തള്ളി 82 ആ വിധിന്യായത്തിൻ്റെ 82 പേജുകളിലും പറഞ്ഞു വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഈ കോടതിക്ക് ഇതിന് അനുകൂലമായ ഒരു വിധി പറയാൻ നിർവാഹമില്ല. റിട്ടയർഡ് ജസ്റ്റിസ് ചിദംബരേഷ് മുഖാന്തരം ആ മഹനീയ വ്യക്തിത്വം ആ കേസ് എടുക്കാമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പെൻഡിങ് ആണ് ആ കേസ്. സുപ്രീം കോടതിയിലെ കേസിൻ്റെ വിവരങ്ങളും ബഹുമാനപ്പെട്ട ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ലോകാരാധ്യനായ നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണ്. ഇവിടുത്തെ ഓരോ ഹിന്ദുവും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു വിഷയം, ഭഗവാന്റെ ആചാരങ്ങൾ ആരാണ് നിശ്ചയിച്ചത്? സാക്ഷാൽ സർവേശ്വരനായ കലിയുഗവരദനായ ഭഗവാൻ പൊന്നയ്യപ്പൻ തൻ്റെ വളർത്തച്ഛനായ പന്തളം രാജശേഖര തമ്പുരാനോട് ഉണർത്തിച്ചതാണ്, ഇന്ന രീതിയിൽ വേണം എന്നെ കാണാൻ വരേണ്ടത്. എൻ്റെ ദൗത്യം എന്തുകൊണ്ട് ശബരിമല ധർമ്മശാസ്താവിനെ ഈ കമ്മ്യൂണിസ്റ്റുകാരും ഇതര മതവിഭാഗങ്ങളും ഇസ്ലാമിക ഭീകരന്മാരും എതിർക്കുന്നു? ഭഗവാൻ അയ്യപ്പ യോഗങ്ങളിലൂടെ മുഴുവൻ ഹൈന്ദവ സമാജത്തെയും സനാതനധർമ്മ വിശ്വാസികളെ ഒരേ ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് സനാതനധർമ്മത്തെ പിച്ചിച്ചീന്തുന്ന മുഴുവൻ പ്രതിലോമ ശക്തികളെയും നഖശിഖാന്തം എതിർക്കുന്നതിന് വേണ്ടി സമാജത്തെ തയ്യാറാക്കിക്കൊണ്ട് അയ്യപ്പ യോഗങ്ങളിലൂടെ പ്രതികരണശേഷിയുള്ള സമാജരചന, അതായിരുന്നു ഭഗവാന്റെ ലക്ഷ്യം. ആ ലക്ഷ്യമൊക്കെ തന്നെയും തയ്യാറാക്കിയിട്ട് ഭഗവാൻ തൻ്റെ ജന്മോദ്ദേശം പൂർണ്ണമായി, ഞാനിത് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ബ്രഹ്മാണ്ഡ പുരാണം നമ്മുടെ പുരാണങ്ങളിൽ വളരെ സവിശേഷമായ ഒന്നാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ കേരള മാഹാത്മ്യം പ്രതിപാദിക്കുന്ന ആ അധ്യായത്തിനോട് ചേർന്ന് തന്നെ ശ്രീ ഭൂതനാഥോപാഖ്യാനം എന്ന ഒരു ഭാഗമുണ്ട്. അത് നിങ്ങൾ വായിക്കണം, പഠിക്കണം. ഇനി അത് പ്രയാസമാണ് എങ്കിൽ വിദ്യാരംഭം പ്രസ്സുകാരെ 11/11/114 പ്രിന്റ് ചെയ്ത് പുറത്തിറക്കിയ ശ്രീ ഭൂതനാഥൻ എന്ന പേരോടുകൂടി അമ്പലപ്പുഴ സ്വദേശിയായ ശ്രീമാൻ PN കൃഷ്ണനുണ്ണി തയ്യാറാക്കിയ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ 10ാം അധ്യായം നിങ്ങൾ വാങ്ങി അത് വായിക്കണം. അതിൽ ഭഗവാൻ തൻ്റെ വളർത്തച്ഛനായിട്ടുള്ള വളരെ വേദനയോടുകൂടിയാണ്, എൻ്റെ ജന്മോദ്ദേശം പൂർണ്ണമായി ഞാൻ പിരിയാൻ നേരമായി, പക്ഷേ അങ്ങയെ വിട്ടുപിരിയാൻ എനിക്ക് കഴിയുകയില്ല. ഈ ജഗത്തിൽ മുഴുവനും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഞാൻ എന്നും അങ്ങയുടെ മനസ്സിലും അങ്ങയുടെ ബുദ്ധിയിലും അങ്ങയുടെ ശരീരത്തിലും അങ്ങയുടെ മന്ദിരത്തിലും അങ്ങയുടെ രാജ്യത്തും എൻ്റെ നിറസാന്നിധ്യം ഉണ്ടാവും. അങ്ങയെ പിരിയാൻ എനിക്കും സങ്കടമുണ്ട്. അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. ഞാനൊരു ശരമെയ്യും, ഞാൻ ആ ശരമെയ്യുന്ന സ്ഥലം അങ്ങയ്ക്ക് അങ്ങയുടെ ദിവ്യദൃഷ്ടിയിലൂടെ കാണാൻ കഴിയും. അങ്ങനെ അങ്ങയുടെ ദിവ്യദൃഷ്ടിയിലൂടെ കാണാൻ കഴിയുന്ന ആ സ്ഥലത്ത് എനിക്ക് ഒരു ആലയം പണിയണം. ഞാൻ അവിടെ സംപ്രീതനായി അവിടെ ലയിച്ചു കൊള്ളാം. ഞാൻ അവിടെ ലയിച്ചു കൊള്ളാം. ആ എൻ്റെ ശക്തി, ആ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് എൻ്റെ വിഗ്രഹം അത് സാക്ഷാൽ സർവേശ്വരനായ ശ്രീ പരമേശ്വരനായി നിങ്ങൾ കാണണം. ശ്രീ പരമേശ്വരനായി കാണണം. അവിടെ ഉണ്ടാവും. ഞാൻ എൻ്റെ ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾ, ക്ഷേത്രത്തിനുള്ളിലെ ആചാരമര്യാദകൾ, അത് അഗസ്ത്യ മഹാമുനി അവിടെ സന്നിഹിതനാവും. അഗസ്ത്യ മഹാമുനിയാൽ വിരചിക്കപ്പെടുന്ന ആ സംവിധാനം അനുസരിച്ച് എനിക്ക് പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കണം. ഇത് ഞാൻ പറയുന്നതല്ല, ഞാൻ അതിനാണ് നിങ്ങളോട് സവിസ്തരമായിട്ട് പറഞ്ഞ ബ്രഹ്മാണ്ഡ പുരാണം. ഇനി പുരാണങ്ങള് അംഗീകാരമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇത് രചിച്ച ആളുടെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. ഏത് യൂണിവേഴ്സിറ്റിയുടെ സമ്മതപത്രം ഇന്നിപ്പോൾ അതാണ്. അപ്പം അതുകൊണ്ടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഇപ്പോൾ ഒരു സംവിധാനം, കാരണം എല്ലാവർക്കും അങ്ങനെ ഒരു കൃത്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് വേൾഡ് അസോസിയേഷൻ ഓഫ് ഹിന്ദു അക്കാഡമീഷ്യൻസ്,
ലോകത്തെമ്പാടുമുള്ള ഹിന്ദുക്കളിലെ PhD-കാരായ മുഴുവൻ ആളുകളെയും അവരെ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും ആധികാരികമായ രേഖകൾ പുറത്തുവിടുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ സമയപരിമിതി മൂലം അതിലേക്ക് കടക്കുന്നില്ല. അപ്പം ഇവിടെ പറഞ്ഞ ഒറ്റ കാര്യം പറയാം. അയോധ്യയിലെ ഈ 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. അയോധ്യ കേസ് ഏതാണ്ട് 6 പതിറ്റാണ്ടിലധികം കോടതിയുടെ പരിഗണനയിൽ ഇരുന്ന് ആ കോടതി വിധി പറയുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ വാദമുഖങ്ങൾ ഉന്നയിച്ചത് ഏതാണ്ട് 94 വയസ്സ് പ്രായമുള്ള അഡ്വക്കേറ്റ്, ലോകം അംഗീകരിക്കുന്ന നിയമപണ്ഡിതൻ അഡ്വക്കേറ്റ് പരാശരൻ അവറുകളായിരുന്നു. അദ്ദേഹത്തോട് കോടതി പറഞ്ഞു, അങ്ങ് എഴുന്നേറ്റ് നിന്ന് വാദിക്കണമെന്നില്ല, അങ്ങേക്ക് ഇരിപ്പിടം ഒരുക്കാം കസേരയിലെ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കോടതിയുടെ മുമ്പിൽ ഹാജരാകുന്നത് സാക്ഷാൽ സർവേശ്വരനായ ദശാവതാരങ്ങളിലെ 7-ാമത്തെ അവതാരമായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രന് വേണ്ടിയാണ്. നട്ടെല്ല് നിവർന്ന് നിന്ന് ഇവിടെ നിന്ന് വാദിക്കുവാൻ എനിക്ക് അതിനുള്ള ശക്തി, അതിനുള്ള ശേഷി, അതിനുള്ള ശേമിഷി എനിക്ക് നൽകുന്നില്ല എങ്കിൽ കേസ് പരാജയപ്പെടട്ടെ. കോടതിയോട് അടുത്തതായി പറഞ്ഞു, ഈ കേസിൻ്റെ നടത്തിപ്പിന് വേണ്ടി വരുന്നത് വാനരസേനയാണ്. ഓരോ ദിവസവും ഈ കേസ് അവധിക്ക് വെക്കുന്ന ദിവസങ്ങളിൽ എൻ്റെ ഓഫീസും വീടും ഒരുമിച്ചാണ്. അതിൻ്റെ ആ ചുറ്റുമതിലിനുള്ളിൽ യാതൊരു ഉപദ്രവവും ചെയ്യാതെ വാനരന്മാരിങ്ങനെ ക്ഷമയോടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരുപക്ഷേ ഞാൻ ഇവിടെ നിന്ന് കോടതി മുറിക്കുള്ളിൽ ഈ കേസ് വാദിക്കുമ്പോൾ സുനിശ്ചിതമാണ് ഈ സുപ്രീം കോടതിയുടെ ചുറ്റുമതിലിനുള്ളിൽ നിങ്ങൾക്ക് കാണാം, കോടതി ജീവനക്കാരെ വിട്ട് നോക്കിയാൽ കോടതിക്ക് ബോധ്യമാവും ഈ കേസിൻ്റെ അത് വീക്ഷിക്കുന്നതിന് വേണ്ടി വാനരപ്പട ഇവിടെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ആ ഭാഗമല്ല ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ആലോചിക്കണം, സ്കന്ദപുരാണത്തിലെ അയോധ്യയുടെ മാഹാത്മ്യം വിവരിക്കുന്നുണ്ട്. അതിൻ്റെ മൂലരൂപവും അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും കൂടിയാണ് പരാശരൻ വക്കീല് കോടതിയിൽ സമർപ്പിച്ചത്. എന്നിട്ട് ഒരു വരിയെ പറഞ്ഞുള്ളൂ, ഒരാളുടെ അച്ഛൻ്റെ പേര് മാറ്റാം, അമ്മയുടെ പേര് മാറ്റാം, പക്ഷെ ഒരാളുടെ ബർത്ത് പ്ലേസ് അത് മാറ്റാൻ ഇന്നത്തെ നിയമം അനുസരിച്ച് നടക്കുകയില്ല. അതുകൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജന്മമെടുത്തത് അയോധ്യയിൽ തന്നെയാണ്. ആ അയോധ്യയുടെ സവിശേഷതകള്, അയോധ്യയുടെ മഹത്വം, അയോധ്യയുടെ മഹിമ, ഇതെല്ലാം തന്നെ സ്കന്ദപുരാണത്തിൽ വിശദീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സ്കന്ദപുരാണത്തിൽ അയോധ്യയുടെ മാഹാത്മ്യം വിവരിക്കുന്ന ഭാഗം മാർക്ക് ചെയ്ത് എക്സിബിറ്റായിട്ട് അത് കോടതിയുടെ പരിഗണനയിൽ കൊടുത്തിരുന്നു. അത് തന്നെയാണ് ശബരിമല കേസിൽ നമ്മൾ കണ്ടു. നമ്മുടെ ഒരു IG അദ്ദേഹം രഹിന ഫാത്തിമ എന്ന വനിതയെ നാം ആലോചിച്ച് നോക്കണം. പോലീസിന് വരുന്ന പെടാപ്പാട് ശബരിമലയിൽ ഞാൻ പറഞ്ഞത്, അടി കൊടുക്കുക, മുഷ്ടി ചുരുട്ടി അടിക്കുന്ന തകർക്കുന്നു അയ്യപ്പ ഭക്തന്മാരെ. പക്ഷേ രഹിന ഫാത്തിമയെ പോലീസിന്റെ പടച്ചട്ട അണിയിച്ച് ഇരുമുടിക്കെട്ടില് അവരുപയോഗിച്ച നാപ്കിൻ പിന്നെന്തൊക്കെയാണെന്ന് ഞാൻ കൊച്ചു നന്ദന ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളോട് പറയാൻ, അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്, ജ്ഞാനാപതിഷ്ഠ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട്, ദിനേശ് തന്ത്രികൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല, നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ സൂചിപ്പിച്ചത് വിഷയത്തിലേക്ക് വരട്ടെ. ഭഗവാൻ പന്തളം രാജാവിനോട് പറഞ്ഞെന്താണെന്നറിയാമോ? ചുരുക്കി പറയാം. അതിൽ പരാമർശിക്കുന്നത് എന്തുകൊണ്ട് സ്ത്രീകൾ അവിടേക്ക് കയറരുത്, യൗവനയുക്തകൾ സ്ത്രീകൾക്ക് പ്രവേശിക്കാം, 10 വയസ്സ് 50 വയസ്സ് ഈ ഗ്യാപ്പിനുള്ളിലുള്ളവർക്ക് മാത്രമാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ഭഗവാന്റെ കൽപ്പനയാണ്. എൻ്റെ വീട്ടിലേക്ക് ആര് വരണം, എൻ്റെ വീട്ടിലേക്ക് ആര് വരണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എന്നിൽ നിക്ഷിപ്തമാണ്. എനിക്ക് തീരുമാനിക്കാം ആര് വരണം ആര് വരണ്ട എന്ന്. അതേപോലെ ഭഗവാൻ പറയുന്നു, പഴമക്കാരനായ ഒരു ഗുരുനാഥനിൽ നിന്ന് ഒരു ഗുരുനാഥനെ കണ്ടെത്തണം, അദ്ദേഹത്തെ സംപ്രീതനാക്കണം,
അദ്ദേഹത്തിൽ നിന്നും മുദ്ര ധരിക്കണം. 3 പക്ഷമോ അല്ലെങ്കിൽ 2 പക്ഷമോ അല്ലെങ്കിൽ ഒരു മണ്ഡലക്കാലമെങ്കിലും വ്രതധാരിയായിരിക്കണം. ആ വ്രതധാരിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അതീവ നിഷ്ഠയോടെയുള്ള ബ്രഹ്മചര്യം അത് വിധിപൂർവം അത് പാലിക്കണം. അതിൽ എടുത്തു പറയുന്നു, അങ്ങനെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന കാലഘട്ടത്തില് മുദ്ര ധരിച്ച ഓരോ അയ്യപ്പനും അഷ്ടവിധത്തിലുള്ള മൈഥുനത്തെയും ത്യജിക്കണം. യൗവനയുക്തകളായ സ്ത്രീകളെ കാണരുത്, കാമിക്കരുത്, മോഹിക്കരുത്, നർമാലാപം ചെയ്യരുത്, അവരെ സമീപിക്കരുത്, പ്രാപിക്കരുത്. ഇത്തരത്തിലുള്ള അഷ്ടവിധത്തിലുള്ള മൈഥുനത്തെയും ത്യജിക്കണം. പിന്നെയോ എന്തൊക്കെ വേണം? ഈശ്വരഭക്തിയും ദേശഭക്തിയും സംസ്കാരഭക്തിയും ദയയും കാരുണ്യവും ഉള്ളവരായിരിക്കണം, ഈശ്വരഭക്തി ഉള്ളവരായിരിക്കണം. അങ്ങനെ 41 ദിവസമെങ്കിലും വ്രതധാരികളായിട്ട് അതിനുശേഷം മല ചവിട്ടുമ്പോൾ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് തൻ്റെ തീർത്ഥാടനം ആരംഭിക്കുന്ന സമയത്ത് അങ്ങ് എനിക്ക് തന്നയച്ചതുപോലെ ഇരുമുടിക്കെട്ട് അഥവാ പൊക്കണം, അതിലെ പരാമർശം പൊക്കണമെന്നാണ് പറയുന്നത്. ഇരുമുടിക്കെട്ടില് മുൻമുടിയിൽ പൂജാദ്രവ്യങ്ങള്, പിൻമുടിയിൽ ആഹാരത്തിനുള്ള വകകള്, അതും ഒപ്പം എൻ്റെ ആയുധമായ ശരവും ഏന്തിക്കൊണ്ട് എൻ്റെ നാമോച്ചാരണം ചെയ്തുകൊണ്ട് മഹിഷി മർദ്ദനം കഴിഞ്ഞ് ഞാൻ ആ മഹിഷി നൃത്തം ചെയ്യുന്ന സമയത്ത് എൻ്റെ നൃത്തം കാണുന്നതിന് വേണ്ടി തൻ്റെ ഋഷഭവാഹനത്തെ അഥവാ കാളവാഹനത്തെ കെട്ടിയതിന് ശേഷം അവിടെ നിന്ന് എൻ്റെ നൃത്തം ആസ്വദിച്ച അവിടെ വന്നിച്ച്, അതാണ് കാളകെട്ടിയിൽ വന്നിച്ച്, പ്രസ്തരക്കുന്നിൽ അഥവാ കല്ലിടാം കുന്നിൽ കല്ലിട്ട് പമ്പയിൽ വന്ന് പമ്പാ സ്നാനം ഗംഗാപ്രവാഹമാണ്. ആ ഗംഗാപ്രവാഹത്തില് സർവപാപമുക്തി നേടിക്കൊണ്ട് നിത്യേന പരിപാലിക്കേണ്ട കാര്യങ്ങൾക്കും ഒപ്പം പിതൃക്കൾക്കുള്ള കർമ്മങ്ങളും ചെയ്ത്, നിത്യകർമ്മങ്ങളും പിതൃകർമ്മങ്ങളും ചെയ്തതിന് ശേഷം കന്നിമൂല ഗണപതിക്ക് വന്നിച്ച് നീലിമല കയറുന്ന സമയത്ത് അവിടെ ശബരി മാതാവിനെ വന്ദിക്കണം. ആ മാതാവ് കുടികൊള്ളുന്ന ശബരി പീഠത്തില് നിങ്ങൾ വന്ദിക്കണം, ഭജിക്കണം. അതിനുശേഷം 18 പടികളും കടന്നു വേണം എന്നെ വന്ന് കാണുവാൻ. 18 പടികളെ പറ്റി വിശദീകരിക്കാൻ സമയമില്ല. അതിനുശേഷം മാളികപ്പുറത്തമ്മയെയും കടുശബ്ദനായ കടുത്ത സ്വാമിയെയും പന്തളം രാജാവിനെയും കണ്ടു തൊഴുത് കാണിക്കയർപ്പിച്ച് പ്രദക്ഷിണം വെച്ച് അന്നദാനം നടത്തി യഥാവിധി വഴിപാടുകളും നേർച്ചകളും സമർപ്പിച്ച് തിരികെ വന്ന് എന്നെ വലം വെച്ച് വീണ്ടും ഈ 18 പടികളും ചവിട്ടി ഇറങ്ങണം. ഈ ഒരു ആചാരം ഞാനിത് വാസ്തവത്തിൽ വളരെ വിശദമായി പറയേണ്ടത് ഹോമിയോ ഗുളികയുടെ രൂപത്തിൽ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ആചാരങ്ങൾ ഇനി ഒരു കാര്യം അതിനകത്ത് പറയാം. ഭഗവാന്റെ ഭൂതഗണങ്ങളിലെ ഭൂതപ്രവരനാണ് വാവരനാണ്, വാവരല്ല. ഭഗവാന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക മതം ലോകത്തു പോലുമില്ല. ഇവിടെ എങ്ങനെയാണ്? പിന്നെ ഒരു പക്ഷേ മാന്നാറിലെയും അതേപോലെ തന്നെ മല്ലപ്പള്ളിക്ക് സമീപമുള്ള വായ്പൂരും ഒക്കെയുള്ള മുസ്ലിം കുടുംബങ്ങൾ എങ്ങനെയാണ് എന്ന്, കാരണം ഞാനത് സൂചിപ്പിക്കാം. ശബരിമലയിലെ എല്ലാ ഘടകങ്ങൾക്കും ഓരോ കുടുംബങ്ങൾക്ക് അവകാശമായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഭഗവാൻ പറയുന്നുണ്ട്, എൻ്റെ ഉത്സവം നടത്തണം, കൃത്യമായ ഉത്സവം. അതൊക്കെ അതിൻ്റെ കൊടിക്കൂറ സൂക്ഷിക്കുന്നത്, കൊടിക്കയറ് സൂക്ഷിക്കുന്നത്, ഗുരുതി നായാട്ട് വിളിക്കുന്നത്, കടുത്ത സ്വാമിയുടെ നടയിലെ കാര്യങ്ങൾ ചെയ്യുന്നതിന് എല്ലാത്തിനും അവകാശം ഓരോരോ കുടുംബങ്ങളായിരുന്നു. ഞാനിത് പറയുമ്പോൾ ഇതൊക്കെ തന്നെയും ഏതാണ്ട് ചെങ്ങന്നൂരും പരിസര പ്രദേശത്തുമുള്ള കുടുംബങ്ങൾക്കായിരുന്നു അവകാശം. അവരിൽ നിന്നൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ അവകാശങ്ങളെ ഏറ്റെടുത്ത് മാറ്റി, എല്ലാവരിൽ നിന്നും പിടിച്ചു മാറ്റി. എന്നാൽ ഈ വാവരുടെ ജനത പറഞ്ഞ അതും ഏതോ ഹൈന്ദവ കുടുംബത്തിൻ്റെതായിരുന്നിരിക്കണം. ഒരുപക്ഷെ പിൽക്കാലത്ത്
അവരെ മതം മാറ്റി മുസ്ലിം ആക്കിയതാണോ എന്ന് സംശയിക്കുന്നു. പക്ഷേ ഭഗവാൻ കൃത്യമായി പറയുന്നുണ്ട്. ഭഗവാൻ പറയുന്നതാണ്, എൻ്റെ ഭൂതപ്രവരനായിട്ടുള്ള വാപരന് പൂജാതി കർമ്മങ്ങൾ നടത്തണമെന്നാണ്. പൂജാതി കർമ്മങ്ങൾ. ഞാൻ സമയത്തിൽ ഒറ്റ കാര്യം പറഞ്ഞ് നിർത്തിയേക്കാം. നമ്മുടെ കെ ബാബുരാജ് IPS, അദ്ദേഹം ശബരിമലയിൽ പോലീസ് സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഈ വാവരുടെ നടയിൽ ഒരു ചെറിയ കശപിശയുണ്ടായി. മലപ്പുറത്തു നിന്ന് വന്ന അയ്യപ്പ ഭക്തന്മാർ അവർ നോക്കിയപ്പോൾ ആ ശബരിമലയിലെ ആ തിരുനടയ്ക്ക് അല്ലെ തിരുസന്നിധിയിൽ അവിടെ ഈ വാവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ആ വാവരൻ്റെ ആ കെട്ടിടത്തിനുള്ളിൽ 35 വയസ്സുള്ള യൗവനയുക്തയായ ഒരു സ്ത്രീ ഇരിക്കുന്നു. അയ്യപ്പ ഭക്തന്മാർ അതിനെ ചോദ്യം ചെയ്തു. ആ സമയത്താണ് ഈ ബാബുരാജ് സാറ് അദ്ദേഹം എന്നെ കൂടി വിളിക്കുന്നു. ഞാനും പെട്ടെന്ന് ശബരിമലയ്ക്ക് ചെല്ലുന്നു. ആ സമയത്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മുടെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലാ കടകളും 90% കടകളും ലേലം ചെയ്തു കൊടുക്കുന്നത് ഇസ്ലാമിക ഭീകരന്മാർക്കാണ്, ഭീകര സംഘടനകൾ. ബാക്കിയുള്ളവര് അവിടുത്തെ ജോലിക്കാരായിട്ട് വരുന്നു. ഈ വ്രത അനുഷ്ഠാനത്തോടു കൂടി വരുന്ന അയ്യപ്പ ഭക്തന് ഹലാൽ ശർക്കരയിൽ ഉണ്ടാക്കിയ അരവണയാണ് വിതരണം ചെയ്യുന്നത്. അരവണയാണ് വിതരണം ചെയ്യുന്നത്. നാം ആലോചിച്ച് നോക്കണം. ഈ മുസ്ലിം ഈ കടന്നു വരുന്ന അയ്യപ്പന്റെ വ്രതാനുഷ്ഠാനത്തെ അനുകൂലിക്കുമോ പ്രതികൂലിക്കുമോ? നാം ആലോചിച്ച് നോക്കേണ്ട വിഷയമാണ്. അവിടെ വിശ്വഹിന്ദു പരിഷത്തിന് 7 സേവന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. പമ്പ മുതൽ സന്നിധാനം വരെയുള്ളത് ഒക്കെ തന്നെ അടച്ചു പൂട്ടിച്ചു. ചെയ്യാൻ പാടില്ല. നാഷണൽ മെഡിക്കോസ് ഓർഗനൈസേഷൻ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘപരിവാർ പ്രസ്ഥാനമാണ്. ഡോക്ടർമാരുടെ സംഘടനയാണ്, മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെയും കൂടി ഒപ്പമുള്ള ഒരു സംഘടനയാണ്. അവർ വന്ന ഈ സേവന കേന്ദ്രം തുടങ്ങുന്നത് അനുവദിച്ചില്ല ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട്. കുടിവെള്ളം കിട്ടാതെ ഒരു കൊച്ചു മാളികപ്പുറം, അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ കൃത്യമായി പറയുന്നു അതിൻ്റെ ഡീഹൈഡ്രേഷനാണ് മരണകാരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുടിവെള്ളമില്ല. എത്ര മണിക്കൂർ നിൽക്കണം? ഞാൻ നിന്നിട്ടുള്ള ആളാണ്. ഇതെന്താണ് ഇതിൻ്റെ കാരണം? എന്നെ ശ്രവിക്കുന്ന ഹിന്ദു ധർമാഭിമാനികളായ നിങ്ങളോട് പറയുവാനുള്ളത്, അവിടെ 2 റോഡിൻ്റെ പരമ്പരാഗത കാനനപാതയുടെ ഇരുവശങ്ങളിലും കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഇസ്ലാമിക ഭീകരന്മാരുടെ കടകളിലെ സാധനങ്ങൾ ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരു തിരക്കാണിത്. അവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് ഈ രമ്യഹർമ്മ്യങ്ങളായ കോൺക്രീറ്റ് സൗധങ്ങൾ പൊളിച്ചു കളഞ്ഞിട്ട് അവർക്കവിടെ വിരിവെക്കാൻ സൗകര്യം കൊടുക്കട്ടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കൊടുക്കുകയില്ല. സന്നിധാനത്ത് കൊടുക്കട്ടെ, വിരിവെക്കാനുള്ള സൗകര്യം കൊടുക്കട്ടെ, പമ്പയിൽ കൊടുക്കട്ടെ. അപ്പൊ എന്തിനാണ് ഈ പമ്പയിലും പോകുന്ന വഴികളിലും 16 മണിക്കൂർ 17 മണിക്കൂർ നിൽക്കുന്ന സമയത്ത് ഫ്ലൈ ഓവറിൽ നിൽക്കുമ്പോൾ ഒരാൾക്ക് ഇനി പോട്ട് മൂത്രശങ്ക എത്ര നേരം പിടിച്ചു നിൽക്കാൻ സാധിക്കും ഒരു വ്യക്തിക്ക്? നാം ആലോചിച്ച് നോക്കണം. അങ്ങനെയും ശബരിമലയെ മലീമസമാക്കി ദേവചൈതന്യം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന് വേണം കരുതുവാൻ. ഇത്തരത്തില് എങ്ങനെയും ഞാൻ പറഞ്ഞില്ലേ, അയ്യപ്പ ഭക്തന്മാര് പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും സർക്കാരിൻ്റെയും ആവശ്യം എന്താണ്? ഇവർ വരരുത് തിരക്ക് കൂട്ടിയിട്ട് ഈ തിരക്ക് തീർക്കാൻ 365 ദിവസവും അവിടെ 365 ദിവസവും നട തുറന്നു വെക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കിയാൽ ആ കാനനപാതയുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെയും KP യോഹന്നാന്റെ പേരിൽ വാങ്ങിയ ചെറുവള്ളി എസ്റ്റേറ്റ്, നിയമവിരുദ്ധമായി വാങ്ങിയ ചെറുവള്ളി എസ്റ്റേറ്റ്, അത് വഞ്ഞിപ്പഴം മഠം വകയായിരുന്നു എങ്കിൽ അത് ബ്രഹ്മസ്വം സ്വത്തുക്കളാണ്, ദേവസ്വം സ്വത്തുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ രേഖകൾ ഇന്ന് വിശ്വഹിന്ദു പരിഷത്തിനറിയാം എവിടെ ഇരിപ്പോൾ. ഞാൻ ഇവിടെ ഇത് തുറന്നു പറഞ്ഞാൽ നാളെ രാവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഇടതുപക്ഷ ആചാര്യന്മാരായ ഉദ്യോഗസ്ഥന്മാർ നാളെ രാത്രി തന്നെ കത്തിച്ച് ചാമ്പലാക്കും. അതുകൊണ്ട് പറയാതിരിക്കുകയാണ്. കോടതിയുടെ ബഹുമാനപ്പെട്ട കോടതിയോ അല്ലെ കേന്ദ്ര സർക്കാരോ നേരിട്ട് വന്ന് അത് എടുക്കുന്നത് വരെയും അത് കാണിച്ചു കൊടുക്കും. കോൺഫിഡൻഷ്യലായിട്ട് അവർ വന്നത് എടുക്കുന്നത് വരെയും അത് പുറത്തുവിടാതെ വെച്ചിരിക്കുകയാണ്. നാം ആലോചിച്ച് നോക്കണം. KP യോഹന്നാന്റെ കേസിൽ കക്ഷി ചേർന്നപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പാലാ സബ് കോടതിയിലെ സബ് ജഡ്ജി പറഞ്ഞു എന്താണെന്നറിയോ, വിശ്വഹിന്ദു പരിഷത്തിന് ഇതിനകത്ത് എന്താ കാര്യമെന്ന്. നമ്മൾ വീണ്ടും അപ്പീൽ കൊടുത്ത ആ കേസിൽ കക്ഷി ചേർന്നു.
കക്ഷി ചേർന്ന് ആ കേസ് ഇപ്പോഴും പെൻഡിങ് ആണ്. നാം ആലോചിച്ച് നോക്കണം, കോടതിയിൽ നിന്ന് പോലും തിരുവാറുമ്മളയപ്പൻ്റെ വള്ളസദ്യ നടത്തിയപ്പോൾ ആരോ ഒരാള് അവിടെ ഒരു പരാതി എഴുതി, ഊണ് തികഞ്ഞില്ല, അവിടെ നടത്തിയ ഊണ് തികഞ്ഞില്ല. അതിൻ്റെ പേരിൽ ഒരാൾ എഴുതിയപ്പോൾ ഇതേ ദേവസ്വം ബെഞ്ച് പള്ളിയോട സേവാ സംഘത്തിൻ്റെ പേരിൽ സ്വയമേവ സുവമോട്ടോ അനുസരിച്ച് കേസെടുത്ത് അതെങ്ങനെയും പള്ളിയോട സേവാ സംഘം 52 കരകളുടെ കോർഡിനേഷനാണ്, അത് തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്തത്. ഇവിടെ അയ്യപ്പ ഭക്തന്റെ ശരീരം ഇടിച്ചു തകർത്ത പോലീസുകാരൻ്റെ പേരിൽ ഈ നിയമവിരുദ്ധമായ നടപടിയുടെ പേരിൽ ഒരു നടപടിയെടുക്കാൻ ബഹുമാനപ്പെട്ട കോടതി പോലും തയ്യാറാവുന്നില്ല എന്നത് വാസ്തവത്തിലെ ഹൃദയഭേദകമായ ഒരു അനുഭവമാണ്. ഞാൻ കോടതിയെ വിമർശിക്കുകയല്ല ചെയ്യുന്നത്. കോടതി എന്തേ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ചെങ്ങന്നൂർ സ്വദേശിയാണ് കേട്ടോ. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ശബരിമല സന്നിധാനം വരെ 83 കിലോമീറ്ററേ ഉള്ളൂ. അതിന് ചെങ്ങന്നൂരിൽ നിന്നും പമ്പ വരെ ത്രിവേണി വരെയുള്ള ബസ് ഫെയർ വാങ്ങിച്ച് നിലയ്ക്കലിൽ പിടിച്ചിറക്കുന്നു. നിലയ്ക്കലിൽ നിന്ന് പിടിച്ചിറക്കിയാൽ അവിടെ പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാൻ സൗകര്യങ്ങളൊന്നുമില്ല. അവിടുന്ന് ഉടൻ തന്നെ അടുത്ത ബസ്സിൽ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് കേരള ഹൈക്കോടതിയാണ് സമീപിച്ചത്. പറഞ്ഞു, സൗജന്യമായി സർവീസ് നടത്താം, ഞങ്ങളെ അനുവദിക്കേ, സൗജന്യമായി സർവീസ് നടത്താം. അയ്യപ്പ ഭക്തന്മാരെ പമ്പയിൽ കൊണ്ടുപോകാനും തിരികെ കൊണ്ടുവരുവാനും. ഇത്തരത്തിൽ ഇടിച്ച് നശിപ്പിച്ച് കുത്തി നിറച്ച് മാളികപ്പുറങ്ങൾ കരയുകയാണ്, മണികണ്ഠന്മാർ കരയുകയാണ്, കൊച്ചുമാളികപ്പുറങ്ങൾ കരയുകയാണ്. എന്താണ് പറയുവാൻ കഴിയുന്നത്? കണ്ണ് കാണാത്ത, കണ്ണിൽ തിമിരം ബാധിച്ച ഇവര്, നാം ആലോചിച്ച് നോക്കണം, അങ്ങ് മക്കയിലേക്ക് മദീനയിലേക്ക് പോകുന്ന മുസ്ലിം ഭക്തന്മാർക്ക്, ഹാജിമാർക്ക്, അവർക്ക് പച്ച എയർക്രാഫ്റ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഞാൻ അവിടെ ഒന്നും വിശദീകരിക്കുന്നില്ല. ഇവിടെ ഇത്തരത്തില് ചെറുകിട വാഹനങ്ങളും ഇടത്തരം വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ വനം ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ട്. ചക്കുപാലം സെക്ടർ 1, സെക്ടർ 2, ഹിൽ ടോപ്പ്, പമ്പ, ത്രിവേണി, അവിടെ ഈ ചെറുകിട വാഹനങ്ങളും ഇടത്തരം വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ അനുവദിക്കുകയും അയ്യപ്പ ഭക്തന്മാരെ നിങ്ങൾ 100 രൂപ കൂടുതൽ വാങ്ങിയിര്, പ്രത്യേക സെസ് എന്നും പറഞ്ഞ് വാങ്ങിയിര്, വിശ്വ ഹിന്ദു പരിഷത്തിന് ആക്ഷേപമില്ല, നിങ്ങൾ വാങ്ങിച്ചോളൂ. പക്ഷെ ഈ തരത്തിലുള്ള അയ്യപ്പന്മാരോട് കാട്ടുന്ന ഈ ക്രൂരത അവസാനിപ്പിക്കുവാൻ എന്നെ ശ്രവിക്കുന്ന ഹിന്ദു ധർമാഭിമാനികളായ അയ്യപ്പ ഭക്തന്മാരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം, ഒരുമിച്ച് നിൽക്കണം. ഇനി പരമ്പര എരുമേലിയിൽ നിങ്ങൾ കണ്ടു, ഒരു സുഡാപ്പി കക്കൂസിൽ ഉപയോഗിക്കുന്ന ആ മലിനമായ ജലം കൊണ്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നു, ചായയും കാപ്പിയും ഉണ്ടാക്കി അയ്യപ്പ ഭക്തന്മാർക്ക് കൊടുക്കുന്നു. നിങ്ങൾ കുടിച്ചാൽ നിങ്ങൾക്ക് വേദനയില്ലേ? ഭാഷ അറിയാത്ത അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഈ അയ്യപ്പ ഭക്തന്മാരോട് കാട്ടുന്ന ഈ ക്രൂരത എന്തിനു വേണ്ടി? ഇതിനെല്ലാം പരിഹാരം ആഗ്രഹിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുള്ളത്. ഇന്ന് സ്ത്രീകൾ കയറാതിരിക്കുക, അതിലൂടെ പറഞ്ഞു നിർത്തിയേക്കുക, സ്ത്രീകൾ കയറാതിരിക്കുന്നു എങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. വിശ്വ ഹിന്ദു പരിഷത്ത് 2006 മുതൽ ഇംപ്ലീഡഡ് ആയിട്ടുള്ള ഈ കേസിൽ സഖാവ് VS അച്യുതാനന്ദൻ കൊടുത്ത ആ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് ഒക്കെ കൊടുത്തു എങ്കിൽ ഇന്ദു മൽഹോത്ര ഒഴിച്ചുള്ള എല്ലാ ജഡ്ജിമാരും ഏകാഭിപ്രായത്തോടുകൂടി സ്ത്രീകളെ കയറ്റണം എന്ന ഉത്തരവ് വന്നതിനെതിരെ റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. ആ റിവ്യൂ പെറ്റീഷനെ കൂടാതെ അന്നത്തെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ജയരാജ് കുമാർ അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായ ഇൻഡിവിജ്വൽ നെയിമിൽ ഒരു റിട്ട് പെറ്റീഷൻ കൂടി കൊടുത്തിരുന്നു. ആ റിട്ട് പെറ്റീഷൻ അതിൽ ഭാരത സർക്കാരാണ് ഒന്നാം പ്രതി, ഭാരത സർക്കാർ. കാരണം 38 രാജ്യങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. എമിഗ്രേഷൻ ഡീറ്റെയിൽസിൽ നിന്ന് അതിൻ്റെ വിവരാവകാശ നിയമപ്രകാരം അതിൻ്റെ രേഖകൾ എടുത്തിരുന്നു. 15 മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ വന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ ഒന്നാം പ്രതിയാക്കി കൊടുത്ത കേസ് അത് കണ്ടപ്പോൾ അതിനകത്ത് അടിസ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് വിശാല ബെഞ്ചിന് വിടാനും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും കേൾക്കാനും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തയ്യാറാക്കിയത്. എനിക്ക് ലാസ്റ്റ് വാണിംഗും തന്നു കഴിഞ്ഞു, നിർത്തട്ടെ. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ, ശരണമയ്യപ്പ.